പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ദിസ് ഈസ് ഈസ്റ്റി പ്രസൻസ് കോമഡി നൈറ്റ്സ് വിത്ത് സുരാജ്. എന്തൊരു ക്ഷീണം പോലെ സുരാജേട്ടാ. അതെനിക്ക് തോന്നുന്നു ഞാൻ ഈ താടി വളർത്തിയതുകൊണ്ടായി. താടി വളർത്തിയോണ്ടല്ല, കണ്ണിന്റെ താഴേക്ക് ഒരു ക്ഷീണം തോന്നുന്നു. ക്ഷീണം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഞാൻ ഇന്നലെ ഈ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം നല്ല ടയർഡാണ്, ഉറക്കാൻ പറ്റിയില്ല എന്നുള്ളത്. എനിക്ക് ഒരു ദിവസം ഉറക്കം ഒഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിറ്റേന്ന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഈ ഒരു ദിവസം ഉറങ്ങിയില്ലെന്ന് വെച്ചിട്ട് ഇത്രയും പ്രശ്നമാണ്. ഒരു 3-4 ദിവസം ഉറങ്ങാതിരിക്കേണ്ടി വന്നാൽ എന്റെ അമ്മയെ ചിന്തിക്കാൻ കൂടി വയ്യ. നേരത്തെയൊക്കെ ഞാൻ ഉറക്കം ഒഴിയായിരുന്നു ഈ പ്രോഗ്രാമൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത്. പക്ഷെ ഇപ്പൊ ഈ ഷൂട്ടിന് നിന്ന് ക്യാമറയുടെ മുന്നിൽ നിൽക്കണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഉറങ്ങിയിരിക്കണം. ഞാനെന്നല്ല, എല്ലാവരും കറക്റ്റായിട്ട് ഉറങ്ങിയിരിക്കണം കേട്ടോ, എന്നാലേ ആ ഫ്രഷ്നെസ് വരും. ഇന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ, വർഷങ്ങളായിട്ട് അതൊരു 10-46 വർഷമായിട്ട് ഉറങ്ങാതിരിക്കുന്ന ഒരാളെ എനിക്ക്. 10-46 വർഷമായിട്ട് ഉറങ്ങാതിരിക്കുന്ന ആളോ? ശരിക്കും വെറുതെ അശ്വതി ഇങ്ങനെയൊക്കെ തള്ളല്ലേ. അയ്യോ തള്ളല്ല, നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണം? ഇത് ശരിക്കും വിയറ്റ്നാമിൽ ജീവിച്ചിരിക്കുന്ന ഒരാളാണ്. വിയറ്റ്നാമിൽ ജീവിക്കുന്ന തായ്നോങ് എന്ന് പറയുന്ന ഒരു വ്യക്തി. വിയറ്റ്നാമിലുള്ള തായ്നോങ് വിശ്വസിക്കുക എന്തെങ്കിലും ശരിക്കും അങ്ങനെ ഒരാളുണ്ട്. ഈ പുള്ളിക്ക് ഒരു 31 വയസ്സ് വരെയൊക്കെ പുള്ളി ഭയങ്കര നോർമൽ ആയിരുന്നു. നമ്മളെയൊക്കെ പോലെ രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങും, വേണമെങ്കിൽ പകലും ഉറങ്ങും. അങ്ങനെ ഇരുന്ന സമയത്ത് പുള്ളിക്ക് ഒരു പനി വന്നു. ഈ പനിക്ക് പുള്ളി അവിടെയുള്ള ഈ പാരമ്പര്യ ചികിത്സയൊക്കെ ഉണ്ടല്ലോ, നമുക്കിപ്പോൾ ആയുർവേദമൊക്കെ ഉള്ള പോലെ അവിടെ വിയറ്റ്നാമിൽ എന്തോ ഒരു പാരമ്പര്യ ചികിത്സയുണ്ട്. ആ ചികിത്സയാണ് എടുത്തത്. പനി മാറി. പനി മാറിയതിന്റെ പിറ്റേ ദിവസം തൊട്ട് പുള്ളിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. 46 വർഷമായി. പക്ഷെ പുള്ളിക്ക് വേറെ യാതൊരു ഹെൽത്ത് ഇഷ്യൂ ഇല്ല എന്നുള്ളതാണ്. എന്റെ ദൈവം, ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ 10-77 വയസ്സായിട്ട് പുള്ളിക്ക് ഒരു കുഴപ്പമില്ല, ജോലിക്കൊക്കെ പോകുന്നു. ഉറങ്ങാതിരുന്ന. അങ്ങനെയാണെങ്കിൽ പുള്ളിക്ക് പറ്റിയൊരു ജോലിയുണ്ട്. ഏതെങ്കിലും ഒരു ജ്വല്ലറിയിലോ ബാങ്കിലോ അങ്ങനെ സെക്യൂരിറ്റി ആയിട്ട് ചെന്നിരിക്കാം. അങ്ങനെ ഉറങ്ങാത്തൊരു മനുഷ്യനെ ആൾക്കാർ ഇങ്ങനെ തപ്പി നടക്കുക. സ്ഥലം മാറ്റിയാടിയാ നീ വരുമെന്ന് ഞാൻ അറിഞ്ഞു. ഞാനതങ്ങ് മാറ്റി. എന്ത് വന്നു? ഭയങ്കര സംഭവം തന്നെ. ഞാനല്ലേ പിന്നെ നീ 5000-10,000 ഉദ്ദേശിക്കുന്നത്? സാമ്പ്രായത്തിലെ മമ്മൂട്ടിയെ കണക്കിൽ 15 അറിയാം. കാര്യം പറയാം. പാലാച്ചായി വീട്ടിന്റെ ആണോ? വീടെല്ലാം റെഡിയായി. ഇച്ചിരി പണിയൊക്കെ ഉണ്ട്. ഇപ്പൊ എന്തൊരു പണി? ഇനി കോൺക്രീറ്റ് വാർക്കണം. അതിന് എന്റെ പരിചയത്തിലൊരു മേശരി ഉണ്ട്. കുറച്ച് ചെയ്യും. ഞാൻ കുറച്ച് ചെയ്യാന്ന് ഉദ്ദേശിച്ചത് വില, അതിന്റെ റേറ്റ് ഇത്തിരി കുറച്ചൊക്കെ ചെയ്തു എനിക്ക് അറിയാമല്ലോ. പിന്നെ പെട്ടെന്ന് നാളെ തന്നെ ചെയ്തൂടെ? നാളെ വരണ്ടല്ലേ, ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. അതെന്ത് 3 ദിവസം കഴിഞ്ഞിട്ട്? ചെവര് കെട്ടിയില്ല. ചെവര് കെട്ടിയാലല്ലേ നമുക്ക് അതിന്റെ മേളിൽ കോൺക്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ചെവര് കെട്ടിയില്ല. ചെവരും കെട്ടിയില്ല. അവര് പറയണ ബേസ്മെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ പുറത്ത് ചെവര് കെട്ടാൻ പറ്റുള്ളൂ. അത് ശരി, ബേസ്മെന്റും കെട്ടിയില്ലേ? അത് ബേസ്മെന്റ് കെട്ടാത്ത? നീ നല്ല പരിചയമുള്ള ആരെങ്കിലും ഉണ്ടായി കൊണ്ടുവരണം. കാര്യം ഇവരെ തോന്നിയ മാസം അവര് പറയുന്നു വാനം വെട്ടിയാലേ അതിന്റെ പുറത്ത് ബേസ്മെന്റ് കെട്ടാൻ പറ്റുള്ളൂ. നീ വാനം വെട്ടിയില്ലേ? അവര് പറയുന്ന പഞ്ചായത്തിൽ നിന്ന് അനുമതി വേണമെന്ന്. പഞ്ചായത്തിന് എന്തിനാ നിനക്ക് വാണം പറ്റുന്ന അനുമതി? ഞാൻ വേണമെങ്കിൽ പഞ്ചായത്തിൽ വിളിച്ച് പറയാം. അനുമതി എന്ത് തരാത്തെന്ന് എനിക്ക് അറിയണമല്ലോ. അളിയ നീ പറഞ്ഞാൽ അത് നടക്കൂല. അവര് പറയണ പുറംപോക്കിന് അനുമതി കൊടുക്കൂല. നീ ഇപ്പൊ ഇവിടെ എന്തിനാ വന്നേ? പാല് വെച്ച് വിളിക്കാൻ. ഒരു സാധനം അല്ലേടാ നാണം കെട്ടവനെ പാല് വെച്ച് വിളിക്കാൻ പറഞ്ഞത്. അല്ലേ ഞാൻ വിചാരിച്ചു അളിയ ഷൂട്ടിങ്ങിന്റെ തിരക്കായിട്ടൊക്കെ നിൽക്കില്ലേ. ഇപ്പൊ 10-50,000 വന്നാൽ ഞാൻ അങ്ങ് കൊണ്ടുപോകാം, ബാക്കിയുള്ള പണിയും നടക്കും. അതാണ് ഞാൻ. അപ്പൊ എന്റെ അങ്ങനെ ഉളപ്പാസ് അടിക്കാൻ വന്നതാണ്. പിന്നെ ചേട്ടൻ വീട്ടിലുണ്ടാ? ചേട്ടന് പഞ്ചായത്തുമായിട്ട് ഒരു ബന്ധമല്ല. അതല്ലേ ചേട്ടനെ ഒന്ന് സോപ്പിട്ടാലേ നിന്റെ ഒരു 5 സെന്റ് സ്ഥലം എനിക്ക് എഴുതി തരുമോ? അല്ല അറിയാ നോക്ക്, കാര്യങ്ങളൊന്നും ആയില്ലെങ്കിലും പാലാച്ച് നേരത്തെ അങ്ങ് വിളിക്കും. ഇതുപോലെ കൈ കിട്ടണതൊക്കെ മാറ്റിക്കൊണ്ട് പോയിട്ട് വീട് കെട്ടിയിട്ട് അങ്ങ് വർക്കാന്നുള്ളതാണ്. അത് ഞാൻ തരൂലടാ, ഞാൻ തരൂല. ഇതെനിക്ക് വേണം. ഇതേ ചിരിയോടും സന്തോഷത്തോടും കൂടി തന്നെ ഞാൻ ഗസ്റ്റിനെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാണ്. മലയാളത്തിലെ കോമഡി തമ്പുരാൻ മാമുക്കോയ.
നമസ്തേ. കുറുമണം ഒരു മോടമാണ് ഇത്, അങ്ങോട്ട് വേണ്ട. അല്ല ഇങ്ങോട്ട് അല്ല, ഞാൻ പിടിക്കാം, ഞാൻ ചെയ്യാൻ പോകുന്നത് പിടിച്ചാൽ മതി. നാടകത്തിൽ നിന്നാണ് ഇക്ക സിനിമയിലേക്ക് വന്നത്. ഈ നാടകത്തിലെ ആദ്യകാലത്തൊക്കെ ഈ ചെയ്തുകൊണ്ടിരുന്ന കോമഡി കഥാപാത്രമാണോ അതോ സീരിയസ് കഥാപാത്രം? കോമഡി സീരിയസ് വളരെ കുറവാ. ഫുൾ കോമഡി തന്നെ നാടകത്തിൽ ചെയ്യുന്നത്. സിനിമയിൽ വന്നതിന് ശേഷം പിന്നെ തിരിച്ച് നാടകത്തിലേക്ക് പോകാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണോ നാടകം അങ്ങ് വിട്ടതാണ്? ഒരു 25 വർഷത്തിന് ശേഷം ഒരു നാടകം ഞാൻ ചെയ്തു. അത് ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് ചിരന്തന തിയേറ്റേഴ്സ്. എളുപ്പമുള്ള പേര്, എല്ലാരും ബുക്ക് ചെയ്യുകയും ചെയ്യും നാടകം. ഇതിലെ പേരല്ലേ എല്ലാവർക്കും അറിയാവുന്നവര്, കഥ ആയതുകൊണ്ട് പെട്ടെന്ന് കിട്ടും. ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ അത് ഇബ്രാഹിം വെങ്ങര നാടകമാക്കി കോഴിക്കോട് ഒരു നല്ല പരിപാടിയായിട്ട് ചെയ്തു. പിന്നെ ഒരൊറ്റ സ്റ്റേജിൽ കളിച്ചോളൂ, പിന്നെ കളിച്ചില്ല. നാടകം മോശമായതുകൊണ്ടല്ല, അല്ല. നാടകത്തിൽ അന്ന് കോമഡി അവതരിപ്പിച്ചിരുന്ന കഥാപാത്രത്തിലെ ഡയലോഗ് എന്തെങ്കിലും ഓർമ്മ? ഇതിൽ ഞാൻ വില്ലനാണ് ഈ നാടകത്തില്. ഈ നാടകത്തിലോ വില്ലനോ? അതെ, ആ കഥയില് അബു സയ്യാദ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. അബു സയ്യാദ് അതിലെ വില്ലനാണ്. പക്ഷെ ഞാനത് ചെയ്തു വന്നപ്പോ ഭയങ്കര കയ്യടി ചിരിയാണ് കിട്ടിയത്. ഇപ്പൊ എനിക്ക് പിടികിട്ടി, ആ നാടകം ഒരു പ്രാവശ്യം കൊണ്ട് കളിച്ച് നിർത്തി നന്നായി. അതുകൊണ്ടാണോ? നിനക്ക് അങ്ങനെ മനസ്സിലായത്? ഇത് നാടകം പറഞ്ഞിട്ട് കാര്യമില്ല, സിനിമ പറയാനോ? മുടിഞ്ഞു പോത്തേ ഉള്ളു. ഇവനൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോത്തില്ല. എന്നോട് ചെയ്യുന്ന ദ്രോഹത്തിന് ഇവനൊക്കെ അനുഭവിച്ചേ പോകും. പേടിച്ച് ഇക്ക പോകുന്നു. ഇത് ആരെ നിങ്ങൾ പ്രേമെന്ന് ഇക്ക എന്ന് വിചാരിച്ചിട്ട് ഇക്ക പോയത്? എന്റെ സുരാണ്ണ, നമ്മുടെ അയലത്തുകാരെന്ന് പറയുമ്പോ നമ്മളോട് സ്നേഹത്തോടും സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കണ്ടായോ? അങ്ങനെ ജീവിക്കണം. അയൽക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാർത്ഥത്തോടു കൂടിയാണ് സ്നേഹിക്കണം. ഇപ്പൊ ആരെയും പ്രാഗ് കൊണ്ട് വന്നേ? അയലത്തുകാരന് സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ സ്നേഹിക്കും, പക്ഷെ എന്നോട് ദ്രോഹം കാണിച്ചാൽ ഞാൻ ദ്രോഹിക്കും. പുഴുത്തിയാവത്തേ ഉള്ളു. എന്തിനെങ്ങനെ? പ്രശ്നം എന്താണ് പ്രേമാൻ? പ്രശ്നം എന്ന് വെച്ചാൽ വേസ്റ്റുകളുടെ ഇടയിൽ താമസിക്കുന്നവരുടെ ഗതികേട് സുരാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഇല്ല, എനിക്കറിയില്ല. അശ്വതിക്ക് പറഞ്ഞാൽ മനസ്സിലാവും. എനിക്കറിയത്തില്ല. എന്റെ ഇക്ക ഇതിനകത്ത് എത്ര കായ ഉള്ളത്? അത് മതി, ഒറ്റ മതി. മനസ്സിലായല്ലോ. ഇപ്പൊ ചോദിച്ചതിന് സമാനം പറയാം. ഈ വേസ്റ്റുകളുടെ ഇടയിൽ താമസിക്കുന്നതിനെ പറ്റി പറഞ്ഞില്ലേ? പറഞ്ഞു. ഞാന് കുറച്ചു നേരമായിട്ട് അത് അനുഭവിച്ചോണ്ടിരിക്കാം. ഇപ്പോഴാണ് എനിക്ക് അതിന്റെ വിഷമം മനസ്സിലായത്. ഇത് ആരോടാ ചോദിക്കേണ്ടെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് ഞാനിപ്പോ. ഇതേ അവസ്ഥയാ എന്റെ ഇക്ക എനിക്കും. ചേച്ചിയുടെ പ്രശ്നം എന്താ? എന്റെ പ്രശ്നം വെച്ചാൽ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് ഒരു പുത്തുമ്പണക്കാരൻ വന്ന് താമസിക്കുന്നതാണ് പ്രശ്നം. അല്ല, ഇതൊന്ന് പിടിച്ചേ. അവന്റെ വീട്ടിലെ വേസ്റ്റ് എല്ലാം കൂടെ കൊണ്ടുവന്ന് അവൻ ഇങ്ങോട്ടങ്ങ് ഇടും. എന്റെ വീട്ടിലെ വേസ്റ്റ് എല്ലാം എടുത്ത് ഞാൻ തിരിച്ച് അവന്റെ വീട്ടിലോട്ട് അങ്ങോട്ടിടും. അവൻ പിന്നെ അതെല്ലാം കൂടെ പൊക്കിയെടുത്ത് ഇങ്ങോട്ടിടും. ഞാനിതെല്ലാം പൊക്കിയെടുത്ത് വീണ്ടും അങ്ങോട്ടിടും. ഇത് തന്നെ. ഇത് രസമായിട്ടുണ്ടല്ലോ ചേച്ചി. ഇനി ഡയലോഗ് പറയാതെ ഈ ആംഗ്യ ഭാഷ ഒന്നുകൂടെ കാണിച്ചേ. വേസ്റ്റ് എടുത്ത് വാങ്ങിയാ ചേച്ചി ഇപ്പൊ ക്ലാസിക്കൽ ഡാൻസ് ആയി. ഞാനോ? ഞാൻ കളിച്ചു. മ്യൂസിക് വേണോ? മ്യൂസിക് ഒന്നൂടെ നല്ല ഒന്നാം നമ്പർ നടത്താക്കി. അയ്യോ, ഇങ്ങോട്ടിട്ട് അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് എടുത്തങ്ങോട്ടിട്ട്. ഉടനെ അരങ്ങേറ്റം നടത്താം. ഞാന് നിവേദ്യം കൊടുക്കാൻ പോവാ. നിവേദ്യോ? അമ്പലത്തിലാ? ഏത് അമ്പലത്തില്? അമ്പലത്തിലല്ല, പഞ്ചായത്ത് നിവേദ്യം കൊടുക്കാൻ. നിവേദനം. അത് കൊടുത്തോ. പോട്ടെ മാമുക്കൊക്കെ. പോട്ടെ എന്റെ ഇക്ക. ഇത് പഞ്ചായത്തിലേക്കാ? എവിടെയും കൊണ്ട് പഞ്ചായത്ത്. ശരി, ഓക്കെ, അതെന്തായാലും ശരിയായി കിട്ടും. അപ്പൊ ചേച്ചിയുടെ വീട്ടില് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. ആരോ വേസ്റ്റ് കൊണ്ട് തട്ടുന്നതാണ് വിഷയം. അല്ല, വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമുക്ക് അവിടെ പോയി നോക്കാം. നമ്മളതപ്പോ കാണാം. നോക്കിയാലോ? എന്ത് കഷ്ടമാണെന്നറിയാം. ഈ ശില്പികളെ പണി തുടങ്ങിയിട്ട് 5 മാസമായി, ഇതുവരെ പണിയും തീർന്നില്ല. മൊത്തം ആണിയും സിമന്റും. എനിക്കറിയാം ഇതെല്ലാം കാലില്. ഇന്നലെ പണി കഴിഞ്ഞിട്ട് പോയതാണ്, ഇതുവരെ കഷ്ടമെന്ന് പറയാം. എല്ലാ പണിയും ഞാൻ തന്നെ ചെയ്യണം. മണി 11 ഇതുവരെ അവർക്കൊന്നും വരാറായില്ല ശില്പിക്കൊന്നും. അല്ല, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല.
ഈ പണി ഏൽപ്പിച്ച എന്നെ പറഞ്ഞാ മതിയല്ലോ. എന്തെല്ലാം പണി ചെയ്യും, എപ്പോ എഴുന്നള്ളൊന്നും അറിയാൻ പറ്റും. എന്തേ വിചാരിച്ചേക്കുന്നേ? ചേട്ടോ, ചേട്ടാ, ഒന്നിങ്ങോട്ട് വന്നേ. എന്താ ഈ വിചാരിച്ചേക്കുന്നേ? ചോദിക്കാനും പറയാനും ആരുള്ളത് വെച്ചാൽ എന്ത് തോന്നിയ ദിവസം കാണിക്കാവുന്നാണോ? അല്ല, ഒന്നുമില്ലല്ലോ, പ്രായമെങ്കിലും ഒന്ന് നോക്കണ്ടായോ? പ്രായമായ ഒരു മനുഷ്യനല്ലേ? നിന്റെ അപ്പനെ കൊണ്ട് വൃദ്ധസദനത്തിന് ആക്കാന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞ നീ അത് കേട്ടോ? എന്താ പറഞ്ഞാലും എന്റെ അപ്പന്റെ തലയിലോട്ടൊക്കെ കേറിക്കണം. അപ്പന്റെ കാര്യമാണോ ഇവിടെ പറഞ്ഞത്? അപ്പന്റെ കാര്യല്ലേ പറഞ്ഞേ? അല്ല, അല്ല, പ്രായമുള്ള ആള് ഭയങ്കര പ്രശ്നക്കാരനാന്ന് പറഞ്ഞപ്പോ ഞാനോർത്തു നിന്റെ അപ്പന്റെ കാര്യം. എന്റെ അപ്പൻ മാത്രമല്ലല്ലോ പ്രശ്നക്കാരന്. പിന്നെ എന്നെ പ്രശ്നം ഇവിടെ ഇവിടുത്തെ വേസ്റ്റ് എല്ലാം കൊണ്ടുവന്ന് അങ്ങോട്ട് തട്ടുന്നെന്ന്. ആര്? തോമസ് സാറ്. തോമസ് സാറ് പാവാ. അയ്യോ, തോമസ് സാറ് സിനിമയ്ക്കകത്താ പാവം, ഇങ്ങനെ ഭീകരനാ. ഇതിപ്പോ പിന്നെ നിങ്ങൾക്കൊന്ന് ചോദിച്ചാൽ എന്താ? ചോദിക്കാതെ തന്നെ അവൻ കൊണ്ടു ഒരുപാട് വേസ്റ്റ് അവിടെ ഇടുന്നുണ്ട്. ഇനി ചോദിച്ചിട്ട് വേണം ബാക്കി കൂടെ കൊണ്ടുവന്നിടാൻ. അതാണോ പറഞ്ഞത്? നിങ്ങൾക്ക് വാ തുറന്നൊന്ന് പറഞ്ഞാൽ എന്താ വേസ്റ്റ് അങ്ങോട്ട് ഇടരുതെന്ന്? എടി, നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? എന്താ? അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ? വലിയ ആൾക്കാരെന്ന് ചോദിച്ചു ഉണ്ടോന്നിരുന്നോണം. എടി, അതല്ലാന്ന് പ്രശ്നം. നമ്മൾ അവരോട് ചോദിക്കാൻ വേണ്ടി ആ പെൺപിള്ളോട് ചെന്ന് കഴിഞ്ഞാല് അവര് വലിയ വലിയ ആളുകളാ. ഞാൻ അവരെ കയറി പിടിച്ചു എന്ന് പറഞ്ഞ ഒരു പോലീസിൽ പരാതി എത്താൻ ചെയ്യും. നിങ്ങളെ പോലീസിന് വിട്ടുകൊടുക്കത്തില്ല. അതാടി സ്നേഹം. അല്ല, അതിനു മുമ്പ് നിങ്ങളെ ഞാൻ കൊല്ലുമല്ലോ. അതിനു മുമ്പ് പിടിക്കാൻ ചെല്ലുമെന്ന് വേറെ ഉദാഹരണം ഒന്നും കിട്ടിയില്ല നിങ്ങൾക്കല്ലയോ? നമ്മളെ പിടിക്കാൻ ചെല്ലുമെന്ന്. അല്ല, എന്റെ മനസ്സിലുള്ള ആഗ്രഹം അല്ല ഞാനീ പറഞ്ഞേ. അല്ല, അങ്ങനെ ചോദിച്ചാലെന്താ? നിനക്ക് ചോദിച്ചാലെന്നാ? അയ്യോ ചേട്ടാ, തലയിരിക്കുമ്പോ വാലാടാൻ പാടില്ലല്ലോ. അപ്പൊ നീ വാലാണോ? ഞാൻ വാലാ. ഇപ്പൊ പെരക്കകത്ത് കയറിയാ നീ തലയും ഞാൻ വാലും. അതെ, മൊത്തം പണി ഞാൻ ചെയ്യണം. ഇപ്പൊ മാത്രം ഇവള് വാല്, ഞാൻ തല. എന്റെ ചേട്ടാ, നിങ്ങളൊന്ന് ചോദിക്കും ചേട്ടാ, ഇത് ഇങ്ങോട്ട് വേസ്റ്റ് ഇടുന്നത് അത് തെറ്റാണെന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേട്ടോ. അവരെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. നീയും നിന്റെ അപ്പനുമുള്ള ഇവിടെ താമസിക്കണേ. അപ്പൊ ലോകത്തിലുള്ള എല്ലാ വേസ്റ്റും കൊണ്ടുവന്ന് ഇടുന്ന സ്ഥലം ഇതാന്ന് കരുതിയിട്ടാ അവരിവിടെ കൊണ്ടുവന്ന് വേസ്റ്റ് ഇടുന്നത്. അപ്പൊ അവരെ തെറ്റ് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്റെ അപ്പന്റെ തലയിലോട്ടാണല്ലോ വരുന്നത്. ഇത്രയ്ക്ക് ഭീകരനാണോ എന്റെ അപ്പൻ? പിന്നല്ലേ, അതുകൊണ്ടാണല്ലോ അവൻ എന്റെ തലയിൽ ഈ സാധനത്തിനെ കെട്ടിവെച്ചത്. ചുമ്മാ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാനായിട്ട് ഞാൻ ആ പുള്ളിയോട് എങ്ങനെ ചോദിക്കും? ചോദിക്കട്ടെ നിങ്ങള്. ഈ ശില്പികള് മണി 11 വരാറായില്ലല്ലോ. ഷാജി, നീ എന്താ ഇവിടെ? ഷാജി, ഞാൻ എന്താ ഇവിടെ? ഈ ശില്പം ഉണ്ടല്ലോ, ഈ ശില്പം. ശില്പത്തിനെ കുറിച്ച് പറയാതിരിക്കരുത്. കിക്കിളാച്ചി, ഗ്രീസിലെ ദേവതയാണ് കിക്കിളാച്ചി. ഞാൻ ഗ്രീസൊക്കെ കറങ്ങാൻ പോയപ്പോ അവിടെ നിന്ന് കൊണ്ടുവന്ന പ്രതിമയാണ് കിക്കിളാച്ചി. ചരിത്രം അറിയോ? ഒരു ദേവതയുടെ പേര് കേട്ടോ, കിക്കിളാച്ചി. അവിടുത്തെ ദേവതയാണ്. കുറ്റം പറയരുത്, കുറ്റം പറയരുത്. അതായത് ഗ്രീസിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്, മൃച്ചാടു. ഈ മൃച്ചാടിന്റെ രാജാവാണ് ക്ലച്ചാടു. അപ്പൊ ക്ലച്ചാടു യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഈ കിക്കിളാച്ചി ദൈവമാണ് വന്ന് രക്ഷിക്കുന്നത്. എന്നാ ചരിത്രം അറിയത് എങ്ങനെയുണ്ട്? മലയാളത്തിലെ എല്ലാ അക്ഷരം കൂടെ കൂടി മിക്സിക്കകത്തിട്ട് അടിച്ചിട്ട് കുടിച്ചവരുണ്ട്. ഐശ്വര്യമുള്ള ദേവതയാണ്. അതിന്റെ കാര്യങ്ങൾ ഐശ്വര്യം കൈശ്വര്യം ഒന്നല്ല ഇവിടുത്തെ പ്രശ്നം. ഹലോ ഹലോ, നോക്കി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ നിൽക്കുമ്പോ തന്നെ നിങ്ങൾ എന്റെ പറമ്പിലേക്ക് വേസ്റ്റ് ഇടുവാണോ? നിങ്ങൾ അങ്ങനെ സംസാരിക്കും. അല്ല ഷാജി, അതല്ല അങ്ങനെയല്ല. ഞാനുണ്ടല്ലോ, ഞാൻ നിങ്ങളോട് സംസാരിക്കാത്ത ഞാൻ നിങ്ങളോട് സംസാരിക്കാത്ത എന്താണെന്നറിയോ? ഞാൻ നേരം വെളുത്തിട്ട് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കണം. അതുകൊണ്ടാണ് ഞാനൊന്നും സംസാരിക്കാത്തത്. അതുകൊണ്ട് മാത്രം. പക്ഷെ എനിക്ക് മര്യാദ നിങ്ങൾ വാ തുറന്ന എന്തെങ്കിലും പറയാവേ. ആ സൈസ് വർത്താൻ എന്റെ അടുത്ത് പറയുന്നു. നിങ്ങളുണ്ടല്ലോ, ഞാൻ മെമ്പറുടെ അടുത്ത് എന്ന് പറഞ്ഞു. മെമ്പറുടെ അടുത്ത് എന്ന് പറഞ്ഞപ്പോ മെമ്പർ എന്നാ പറഞ്ഞത്? മെമ്പർ പറഞ്ഞു നിങ്ങളുടെ കേസ് കൊടുക്കാനാ പറഞ്ഞ. കേസ് വാ തുറന്ന് എന്തെങ്കിലും പറയണം. നിങ്ങളുടെ വായിലെന്നെ പഴമാണോ? അതാണ് ആ രീതിയിൽ സംസാരിക്കാന്നായി പറഞ്ഞേ. അങ്ങനെ സംസാരിക്കുമ്പോ എങ്ങനെ ശരിയാവണേ? ഇത്രയും നാളിൽ ഈ പഞ്ചായത്തുള്ള ഞാൻ പറഞ്ഞു വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഐശ്വര്യ ദേവതയാണ്. ഈ പ്രതിമ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഐശ്വര്യം വന്ന് കുമിഞ്ഞുകൂടും. കാക്കക്കാഷ്ടം പ്രാവും കാഷ്ടം വന്ന് കുമിഞ്ഞുകൂടുന്നതിന് ഐശ്വര്യം എന്നാണോ പറയണത്? ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ ചങ്ങാതി, ഇത് നിങ്ങളുടെ പറമ്പിലല്ലേ കൊണ്ടു കുഴിച്ചിടുന്നത്. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ ഐശ്വര്യം തന്നെ? ഈ സാധാരണ ഇത് ഐശ്വര്യമുള്ള പ്രതിമയാണ്. ഇതിന്റെ ഓരോ ഭാഗത്തും ഐശ്വര്യമുണ്ട്. അപ്പൊ ഞാൻ ഈ ഐശ്വര്യങ്ങളെല്ലാം കൂടെ പിറക്കി, ഇതെല്ലാം കൂടെ ഈ ഐശ്വര്യത്തിന്റെ തുണ്ടുകൾ പിറക്കി ഞാൻ നേരെ നിന്റെ പറമ്പിൽ കൊണ്ടിടുമ്പോൾ നിന്റെ പറമ്പിൽ ഐശ്വര്യം ഉണ്ടാവുന്നില്ലേ? അതേ ഞാൻ ചെയ്തുള്ളൂ. അത് കറക്റ്റാണ്. ഇതിന്റെ ഐശ്വര്യമുള്ള പ്രതിമയുടെ ഭാഗം ചെത്തിയിട്ട് എന്റെ പറമ്പിലിടുമ്പം
ഐശ്വര്യം അവിടെ. ഉയ്യോ, ഇത് ഭയങ്കര കേട്ടോ ഇതുണ്ടല്ലോ. പക്ഷെ എന്റെ ഭാര്യയോട് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പുള്ളി പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. പക്ഷെ എന്റെ ഭാര്യയോട് ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ അവക്കത് മനസ്സിലാവില്ല. അവക്ക് എങ്ങനെ പറഞ്ഞ് ഞാൻ അവളെ മനസ്സിലാക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കണേ. എപ്പോഴും ഞാൻ അപ്പൻഡീസ് വന്നതൊക്കെ വീണ്ടും കുത്തി തുറക്കുവാണോ? ഭാര്യടാ അത്, എന്റെ ഭാര്യ. പറഞ്ഞില്ലേ കുക്കുടാച്ചി ദേവതയുടെ രൂപ ഇവിടെ നോക്കിയിട്ടാണ് അന്നത്തെ കൊത്തുന്നത്. ഇത് നോക്കിട്ടാണ് കൊത്തുന്നത്. അതല്ലേ? ശരി ശരി. ഇതെന്നെ നെല്ലണക്കണ കുമ്പോ? അതെ അതെ അതൊന്നുമില്ല. അതെ ഞാൻ ഈ കള്ളു കുടിക്കുന്ന ഇച്ചിരി പ്രശ്നമാണ്. അപ്പൊ ഞാൻ എത്തോപ്പിന്ന് കൊണ്ടുപോകുന്ന സാധനം 2 ലക്ഷം രൂപ സാധനത്തിന്റെ വില. അപ്പൊ എന്നെ വീട്ടിൽ നിന്ന് അടിക്കാൻ ഇവിടെ സമ്മതിക്കത്തില്ല. കൂട്ടുകാരന്റെ വീട്ടിൽ പോയിരുന്നു അടിക്കാനുള്ള പ്ലാനിങ് ആണ് കേട്ടോ. അപ്പൊ ശരി കാണാം. അതല്ല എനിക്കിത് വേണം. നിങ്ങളിത് എനിക്ക് തരണം. 2 ലക്ഷം രൂപയുടെ സാധനം നീ പോയ കണ്ടുവന്ന് പോയേ. ഞാനിതെങ്ങ് എടുക്കുവാ. തരുകേല തരുകേലെന്ന് പറഞ്ഞ തരുകേല. അല്ല അങ്ങനെയുള്ള അല്ലാതെ കൊണ്ടുപോണേ. എന്നാലും ഇതുവരെ നമ്മളെ ശില്പിയൊക്കെ വരാൻ സമയമായില്ല എന്നാണ്. കളിമണ്ണുമെനഞ്ഞെടുത്തു കത്തുന്ന കനലിംഗം പുത്തനാമഴകി. അല്ല തുടങ്ങാൻ പറ്റേ? മേസ്ത്രിക്ക് വാ. മേസ്തിരിയല്ല, ശില്പി. ശില്പി 11 മണിക്കാണ് വരുന്നത്. 11 മണിക്ക് വന്നിട്ട് ഈ ജോലി തന്നു തീർക്കാനാണ്. 5 മാസമായി ഈ പ്രതിഭയുടെ പണി തുടങ്ങിയിട്ട്. അതെ 5 മാസമായിട്ട് ഈ ഉടുപ്പിട്ടോണ്ട് ഞാൻ നിൽക്കുവാ ഇവിടെ. നടക്കുമല്ലോ. അല്ല ഞാൻ ശില്പിയോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പണിയൊക്കെ അറിയോ? ഇതിനു മുമ്പ് കൊത്തിയിട്ടുണ്ടോ? കൊത്തിയിട്ടുണ്ടോന്ന് ആശാന്റെ വീട്ടിൽ ഒരു പൂവൻ കോഴിയുണ്ട്. അയ്യോ എന്നെ എപ്പോ കണ്ടാലും ഓടിച്ചിട്ട് കൊത്തും. ആ കോഴി കൊത്തുന്ന കാര്യമല്ല, പണി അറിയാവോന്ന്. അയ്യോ ഇതുപോലുള്ള ചീള് ചോദ്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയില്ല. എന്റെ ശിഷ്യം പറയും. പറഞ്ഞോടാ. പണിതിട്ടുണ്ടോന്ന്. പിന്നെ ഇവിടെ കൊല്ലത്തെ ശങ്കരന്റെ പ്രതിമ ഞാനാ പണിത്. മലമ്പുഴ യക്ഷി ഞാനാ പണിത്. എറണാകുളത്ത് ഗാന്ധിജിയുടെ പ്രതിമ ഞാനാ പണിത്. എല്ലാ ആശാനും. പിന്നെ ആശാനും മരിക്കുന്നതിന് മുമ്പ് ഒരു ആഗ്രഹം കൂടെ ഉണ്ട്. ഏതേലും ഒരു മത്സ്യകന്യെ കൊണ്ടു പണിയണം. അതിനുള്ള സെറ്റപ്പ് ഒക്കെ റെഡിയാക്കി വച്ചപ്പോഴത്തേക്കും തമിഴ്നാട്ടിൽ നിന്ന് ഒരു പാണ്ടി വന്ന് പണിതിട്ട് പോയി. ശില്പിയുടെ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഈ പ്രതിമ പണിയുമ്പോൾ എന്റെ കുറച്ച് നിർദ്ദേശങ്ങളുണ്ട്, അതുകൂടെ പാലിക്കണം. അല്ല നിങ്ങൾ അങ്ങനെ അഭിപ്രായം പറയാൻ വന്നാൽ നടക്കത്തില്ല. അല്ല ഞാൻ ഓണറാണ്. നമ്മൾ ഇതുപോലെ പല വീട്ടിൽ പണിയാൻ പോകുമ്പോൾ ഇതുപോലെ അഭിപ്രായം പറയാൻ കയറി വരും. സംഭവം ഇത് കുളവായി പോകും. നമ്മൾ പണി തുടങ്ങാൻ നേരത്ത് കുറെ ആൾക്കാർ ഗുണഗുണമെന്നും പറഞ്ഞോണ്ട് വരും. മനുഷ്യനെ കൊണ്ട് പണിയൊക്കെയില്ല. ഈ സമയത്ത് മറ്റേ കായംകുളത്തൊന്നും വിളിച്ചാൽ കായംകുളത്ത് കാക്ക കൊത്താൻ വിളിച്ചല്ലോ. കാക്കയൊക്കെ വിളിച്ചിട്ട് കൊന്നുപോയേട്ടാ. ആ കാക്കയല്ല, എന്താണ് മോനെ സുലൈമാൻ കാക്ക. മൂപ്പരുടെ വീട്ടിലൊരു ഒട്ടകത്തിന്റെ പ്രതിമ കൊത്താൻ വേണ്ടിയാണ് ഞങ്ങൾ വിളിച്ചത്. പണി അങ്ങ് തുടങ്ങിയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ പണിത് അയലത്തെ ഒരു ചെറുക്കാൻ വന്നിട്ട് ഒരു അഭിപ്രായം, ഈ ഒട്ടകത്തിന്റെ കാലിന്റെ നീളം പോരാ, വണ്ണം പോരാ. ഞാൻ കൂട്ടിക്കൊടുത്തു. വണ്ണം കൂട്ടിക്കൊടുത്തെന്ന് പറ. അല്ലേ ചേച്ചി തെറ്റിദ്ധരി. ഒട്ടകത്തിന്റെ കാലിന്റെ വണ്ണവും നീളവും കൂട്ടിക്കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വേറൊരു അഭിപ്രായം, ഒട്ടകത്തിന്റെ കഴുത്തിന് വണ്ണം പോരാ. ഞാൻ കൂട്ടിക്കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരുത്തം പറഞ്ഞു ഒട്ടകത്തിന്റെ വാലിന് നീളം പോരാ. വാലിന് നീളം കൂട്ടിക്കൊടുത്തു. എല്ലാം കൂട്ടി പണി തീർന്ന അവസാനം ഞാൻ എഴുന്നേറ്റ് വന്ന് കണ്ണ് തുറന്ന് നോക്കിയപ്പോ എന്റെ പൊന്നു മക്കളെ എന്റെ കണ്ണ് തള്ളിപ്പോയി. വെല്ലിക്കാട്ട് ഒരു ദിനോസറിന്റെ പ്രതിമ. അപ്പൊ ഞങ്ങൾ അഭിപ്രായം ഒന്നും പറയരുത്. എന്റെ ഭാര്യ മോഡലായിട്ട് നിന്നാ മതി. അതുപോലെ സെറ്റ് ചെയ്ത് തരും. മര്യാദക്ക് പണിയോ? അല്ല എനിക്ക് അറിയാൻ പാടായിട്ട് ചോദിക്കാണ്. ഇവന് വല്ല പണി അറിയാമോ? ആർക്ക്? നിനക്ക് പണി അറിയാൻ പാടില്ലെന്ന് അവർക്കും മനസ്സിലായി. ചേച്ചി ഞാൻ ഈ കാണുന്ന പോലൊന്നുമല്ല, ഞാൻ ഭയങ്കര സംഭവം. ഞാൻ അതായത് ഇപ്പൊ ആക്ച്വലി ഞാനിപ്പോ കൈ കൊണ്ടാണല്ലോ പണിയുന്നത്. ഈ കൈപ്പണിയൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് മിഷ്യൻ ഉപയോഗിച്ചുള്ള പണികൾ, ആ മിഷ്യൻ കണ്ടുപിടുത്തം, അതിലേക്കൊക്കെ ഞാൻ മാറിയിരിക്കും. ഞാനിപ്പോ ഒരു പുതിയൊരു മിഷ്യൻ കണ്ടുപിടിക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. എന്താ മിഷ്യന്റെ ഗുണം എന്താ? അതായത് ചുവരിനപ്പുറത്തുള്ള സംഭവങ്ങൾ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുന്ന ഒരു മിഷ്യൻ. ഈ മിഷ്യൻ നേരത്തെ കണ്ടുപിടിച്ചല്ലേ? ഏത് മിഷ്യൻ? ജനല് തുറന്നങ്ങിട്ട് അപ്പുറത്തെ വീട്ടിലെ അപ്പുറത്തെ പറമ്പിലെ എല്ലാം മൊത്തത്തിൽ കാണാം. നമുക്കൊരു സംഭവം കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ ഓ എന്റെ പൊന്ന് ചേച്ചി, നിങ്ങൾ ഇങ്ങനെ ധൃതി പിടിക്കല്ലേ. ഈ ശില്പത്തിന്റെ പണി തീരുമ്പോ യേശുദാസിന്റെയും ജയചന്ദ്രന്റെയും സംഗീതം പോലെ ഒഴുകി വരുന്ന ഒരു പ്രതിമയാണ്. ഒഴുകി വരണം. പെട്ടെന്നാവട്ടെ പണി നടക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് വിളിച്ചെടുത്ത്
ഈ കൈ എവിടെ എവിടെയെങ്കിലും പറ്റി തല കുക്കുടാച്ചി ദേവതയാണ് നശിപ്പിച്ച് കളയരുത്. വാ വിളിച്ചേ. അയ്യോ കുഴപ്പമില്ല, അടച്ചോ. ചെമ്പൊന്നിൻ ചെപ്പുകുടം കടവത്ത് കമിഴ്ത്തി, ചെമ്പൊന്നിൻ ചെപ്പുകുടം കടവത്ത് കമിഴ്ത്തി, തമ്പുരാട്ടി കുളിർനീരിൽ മുങ്ങാങ്കുഴിയിട്ടല്ലോ. ഒരാഴ്ച മുങ്ങിട്ട് ഇതുവരെ മുങ്ങിട്ടില്ല. ഞാൻ ചാടി വരും. നീ ആ 2 ലക്ഷം രൂപ തീർത്തോ? നീ ഇത് 2 ലക്ഷം തീർത്തില്ല, 25,000 രൂപ തീർത്തിട്ട് അവിടെ അടങ്ങിക്കോ, ഇവിടെ പണിയടക്കുക. ഇവിടെ അയ്യോ തന്നെ പരിപാടി. കൊത്തുവാ? കൊത്തുവാണോ? കൊത്തിക്കോ, പക്ഷെ അവനോട് കൊത്തിക്കൊണ്ട് പറക്കരുത് എന്ന് പറഞ്ഞേക്കണം. ഒരു സംശയം ചോദിക്കട്ടെ. സിസ്റ്റർ നല്ല നല്ല വണ്ണം ഉണ്ടല്ലോ, നല്ല ഉരുണ്ട് ചക്കക്കുരു പോലെ ഇരിക്കുന്നു. ഞാൻ എന്താ കഴിച്ചിട്ട് ഒരു വണ്ണം വെക്കുന്നില്ല, എന്താ അതിന്റെ രഹസ്യം? അതിന്റെ രഹസ്യം എന്താണെന്നറിയോ? ഇയാള് ഈ ഇവിടെയൊക്കെ പണിയാൻ വരുന്ന എപ്പോഴാ? ഞങ്ങള് 11 മണിക്കോ 11 മണിയാകുമ്പോ വരും കാലത്തെ. എപ്പ പോകും? 2 മണിയാകുമ്പോ. അത് നിർബന്ധം. ശമ്പളം 2000 രൂപ, ഇവന് 125 രൂപ. അതെ അതെ, കള്ളപ്പണി എടുത്തിട്ടുണ്ടല്ലോ, അതിന്റെ ശമ്പളം കൊണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറ്റി പിടിക്കൂല. അതാ ഇയാള് പറഞ്ഞ കാര്യമുണ്ട്. അതെ ശില്പി, എന്റെ നയനങ്ങള് കുറച്ചൊന്ന് മാറിയാലും കുഴപ്പമില്ല, പക്ഷേ സുനപീഠക അതുപോലെ തന്നെ വേണം. ഞാൻ അതിന്റെ സ്പെഷ്യലിസ്റ്റാ. അത് കറക്റ്റ് ആയിരിക്കണം കേട്ടോ, അത് ശ്രദ്ധിച്ചാൽ ഞങ്ങൾ ചെയ്യണം. എന്നാ ഇപ്പൊ പറഞ്ഞേ? അതെ, നയനത്തിന്റെ പ്രശ്നം അതല്ല, പക്ഷെ സുനപേടകം കറക്റ്റ് ആയിരിക്കണം, അതാണ് നിർബന്ധമുള്ള കാര്യമാണ്. ഒരുത്തം പറഞ്ഞ കേട്ടോ അവൻ സ്വന്തം ഭാര്യയുടെ സ്വനപേടകം നന്നായിരിക്കണമെന്ന് അപ്പുറത്തെ നീനൊക്കെ മനുഷ്യനാണോ? അതെ, നീയൊക്കെ മനുഷ്യനാണോ? സ്വന്തം ഭാര്യയുടെ സ്വനപേടകം നോക്കാൻ മറ്റൊരുത്തിനോട് പറഞ്ഞ് നീ ഒരു മനുഷ്യനാണോ? എടാ, നിനക്ക് അറിയില്ലാത്തോണ്ടാണ്. ഡൽഹിയിലൊക്കെ ഇവളുടെ സ്വനപേടത്തിന് എന്നാ അഭിപ്രായം അറിയടാ. എന്റെ ദൈവമേ, സ്വന്തം ഭാര്യയുടെ സ്വനപേടകം ആരെങ്കിലും അറിയാതെ കണ്ടാ സഹിക്കാം, ഇത് വിളിച്ചു കാണിച്ചു കൊടുക്കണ ഒരു ഭർത്താവിനെ ഞാൻ ആദ്യമായിട്ട് കാണും. ഈ മൂക്കിന് എന്താ കുഴപ്പം? ഈ മൂക്കിന് എന്താ കുഴപ്പം? അയ്യോ, സ്വനപേടം എന്ന് പറഞ്ഞ മൂക്കാണോ? ഞാൻ വേറെ ഏതാണ്ടൊക്കെ. അയ്യോ, അടങ്ങിക്കടാ. ഇതാണ് സ്വനപേടകം. നല്ലതല്ലേ? ആ നല്ല പണിയടക്കട്ടെ നിങ്ങളെ. അങ്ങനെ പണി നടക്കട്ടെ അങ്ങനെ പറയരുത്. ഒരു ശില്പം ഉണ്ടാക്കണമെങ്കിൽ അതിന്റേതായിട്ടുള്ള ഒരു രീതികളൊക്കെ ഉണ്ട്. ഒരു ശില്പം പണി തീരുമ്പോ 3 ഘട്ടങ്ങളിലായിട്ടാ പണി തീരുന്നത്, അറിയാവോ? ബാല്യം, കൗമാരം, യൗവൻ. ഈ ശില്പം ഇപ്പൊ ബാല്യത്തിലാണ്. കുഞ്ഞാണോ? അല്ലേ തുണിയിലായിരിക്കുന്നത് എന്താ? ഇനി സമയം എടുക്കും. കുഞ്ഞാവേ, തക്കട മോനെ, അച്ഛടെ ചെറുങ്കാണി കള്ളം കുടിച്ച് എത്ര രൂപ സാധനം അറിയത്? എത്ര രൂപയുടെ സാധനമാണെങ്കിലും ചെറുതല്ലേ ഷാജി, കള്ളുടിച്ചിട്ട് അടങ്ങിക്കണം. എന്റെ മദ്യം വാങ്ങിച്ചു കുടിച്ചിട്ട്. പിന്നെ നിന്റെ മദ്യം മേടിച്ച് കുടിച്ചിട്ട് ഞാൻ വേറെ വല്ലവരോടും വർത്താനം പറയാൻ പറ്റും? നിന്റെ അടുത്ത വർത്താനം പറയാൻ പറ്റും? ഞാൻ അത്രക്ക് ഡീസന്റ് വീട്ടിൽ പോ, വീട്ടിൽ പോ. മര്യാദക്ക് വീട്ടിൽ പോയില്ലെങ്കിൽ നിങ്ങൾ പണിയെടുക്കട്ടെ. ഡീസന്റ് ആയിട്ട് കൈ ഇങ്ങനെ ഓടിച്ചിട്ടോ. ഇത് എന്റെ കൈ പിടിക്കാൻ കുറഞ്ഞല്ലേ അങ്ങോട്ട് പണി അങ്ങോട്ട്. അല്ല, ആ കയ്യെ പിടിച്ച സുഖമില്ല, ഈ കയ്യെ പിടിച്ചാലേ സുഖം ഉണ്ടാവുള്ളൂ. അതല്ലേ ഇവന് ഈ കൈ പിടിച്ച. ഇത് എന്നാ കോലാവേത്? ഇത് പണ്ട് ഈ മഴയത്ത് ഈ തവളേനെ സാരി ഉടുപ്പിച്ച് നിർത്തേക്കണേ. സംസാരിക്കണം. ഇതാരെന്നറിയോ? ഞങ്ങളുടെ ഭാര്യയുടെ അറിയാൻ പാടില്ലേ? ഞാൻ വെള്ളം അടിച്ചപ്പോ ഞങ്ങളുടെ ബോധം പോയി. അതല്ല, അറിയപ്പെടുന്ന ഒരു നർത്തകിയാണ്. നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാകുടുംബമാണ്. ബിരുദാനന്തര ബിരുദം വരെ നേടിയവരാണ് നമ്മൾ, അറിയാം. ബിരുദാനന്തര ബിരുദം.
പുടുതാണെന്നത് അത് കൊള്ളാം. ഇപ്പൊ പറഞ്ഞത് കറക്റ്റ് ആയത്. എടവേ നല്ല വായി കൊള്ളുന്ന പേരുള്ള ബിരുദം ഒരുപാട് അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തിനീ വായി കൊള്ളാത്ത ബിടുതാനന്ദനെ ബിടുദമൊക്കെ എടുക്കാൻ പോയത്? ഞാൻ എന്നെ അങ്ങനെ പുച്ചിട്ട് തരം താഴ്ത്തൊന്നും വേണ്ട. ഇതാ ചേട്ടാ പറയുന്ന മുറ്റത്തെ മുല്ലയ്ക്ക് മണം ഇല്ലെന്ന്. ഞാനേ അടുത്ത ആഴ്ച ഡൽഹി പോവാ. അപ്പൊ അതൊക്കെ മേടിക്കാൻ. പടക്കം മേടിക്കാൻ ഡൽഹി പോകണെന്തിനാ? സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ അവിടത്തേക്ക് നല്ല ഉഗ്രം പടക്കം ഹോൾസെയിൽ കൊടുക്കുന്ന കടയുണ്ട്. എടാ പടക്കമല്ല പതക്കം മെഡല്. ഡൽഹിയിലുള്ള പല മിടുക്കരായിട്ടുള്ള VIP ഒക്കെ പോലും സംശയം പറഞ്ഞു കൊടുക്കുന്നത് എന്റെ ഭാര്യയാണ്. ആണോ? അതെ, ഞാൻ ചോദിക്കട്ടെ, പോത്ത് പോലത്തെ ഒരു ആമ്പ്രമോനുണ്ട്, +2 പഠിക്കുന്ന ഒരു പെൺകൊച്ചും, എന്നിട്ടും നിങ്ങൾ ഈ തുള്ളിച്ചാട്ടം നിർത്തറായ കാണ്ടാമൃഗമേ. മാന്യമായിട്ട് സംസാരിക്കണം, സ്ത്രീയോട് മാന്യമായിട്ട് സംസാരിക്കണം. ഇതെന്റെ ഭാര്യയാണ്. മൈ വൈഫ്. ദിസ് ഈസ് മൈ വൈഫ്. ഐ നോ ഹൗ ടു ബിഹേവ് ടു ഹർ. ഐ നോ ഹൗ ടു ലവ് ഹർ. അല്ല, ഒന്ന് മലയാളത്തിൽ പറഞ്ഞ സാറേ. നട്ടല്ലില്ലാത്തവൻ. നട്ടല്ലില്ലാത്തവൻ. ആർക്കാണ് നട്ടില്ലാത്ത? അല്ല അല്ല, എനിക്ക് എന്റെ നട്ടില് മൊത്തം ഇടിച്ച് നിങ്ങൾ വെള്ളമാക്കിയല്ലോ. എനിക്കാ നട്ടലില്ലാത്ത. എന്നിട്ട് പൊക്കണം. എനിക്ക് മതിയല്ലോ. ചത്തവും ചത്തവും. ആ ലാസ്റ്റത്തെ ചവിട്ട് എനിക്ക് സുഖിച്ചു കേട്ടോ. ഈ സാധനം ഇങ്ങനെ ഇവിടെ കിടന്നാൽ നമുക്കിത് പ്രതിമ പണിയാൻ പറ്റുമോ? പിന്നല്ല നടക്കുന്നത്. എന്നാ ചെയ്യണ്ടേ? അല്ല, നിങ്ങൾ സാധനം പ്രതിമ പണിയുമ്പോ വേസ്റ്റ് എവിടെ കൊണ്ടുവന്നത്? എല്ലാം കൊണ്ടു എന്റെ പറമ്പിൽ കൊണ്ട് തള്ളും. എന്നാ ഈ വേസ്റ്റ് എന്റെ പറമ്പിൽ കൊണ്ടേ തള്ളണ കാലാ. ഇപ്പൊ 450ഓളം ചിത്രങ്ങള് ഇക്ക അഭിനയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതില് ഇങ്ങനെ നമ്പറൊക്കെ ഇട്ട് വെക്കാറുണ്ടോ? ലിസ്റ്റ് ഇട്ട് വെക്കാറുണ്ടോ? നമ്പർ ഇട്ടൊക്കെ അല്ല, ഈ 450 എന്ന് പറഞ്ഞത് എന്നോ ആരോ അച്ചടിച്ചിട്ട് ഇത് വായിക്കുന്നവരുണ്ടാവും. അത് തെറ്റിയാൽ ശരിക്കും എത്ര ആർക്കറിയാം? ഞാനിതൊന്നും എഴുതിയൊക്കെ. എന്നാലും ഒരു ഏകദേശം ഒരു 500 അതിനൊക്കെ താഴെ ഉണ്ടാവും. ഓക്കെ. 1979 ആദ്യമായിട്ട് 77 അന്യരുടെ ഭൂമി 77. അപ്പൊ അതുകൊണ്ട് ഇതുകൂടെ കക്ഷി അമ്മണിപ്പിള്ളയാണ് ലാസ്റ്റ് പടം. അല്ലല്ല, ലാസ്റ്റ് പടം കുഞ്ഞാലി വരക്കാം. കുഞ്ഞാലി വരയ്ക്കാറ്. ഞാൻ ഇതുവരെ കണക്കെടുത്ത് വെച്ചേക്കായിരുന്നു. കുഞ്ഞാലി വരക്കാരനല്ലേ പേര്? മരക്കാർ, അറബിക്കടലിന്റെ സിംഹം. അപ്പൊ അതിലേക്ക് വരാം. ഈ 450 ചിത്രം ഇല്ലെങ്കിൽ 400 ചിത്രം ഇല്ലെങ്കിൽ 500 ചിത്രം ഇതിൽ ഇത്രയും അഭിനയിച്ചതില് മറക്കാൻ പറ്റാത്ത കഥാപാത്രം ഏതാണ്? ഒരെണ്ണം പോലും അതിൽ ഞാൻ മറക്കൂല. എല്ലാം ഓർമ്മയിലിരിക്കും. ഓർമ്മയിലിരിക്കല്ല, നമുക്ക് അത് മോശമായിപ്പോയി ഇത് നന്നായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. എല്ലാം നല്ലതായിരുന്നു എന്നാണ് വിശ്വസിക്കലാണ്. എന്നാലും ഇതൊരു ഉഗ്രൻ കഥാപാത്രം എന്ന് തോന്നിയത് ഏതാണ്? ഗഫൂർ കാ ദോസ്തൊക്കെ പോലെ. ഗഫൂർ കാ ദോസ്ത് പറയാൻ പറ്റിയതാണ്. കാരണം ആ നാടോടിക്കാറ്റില് 10, 80, 90 സീന്, 87 സീനും ശ്രീനിവാസനും മോഹൻലാലുമാണ്. ഞാൻ 3 സീനിലെത്തുള്ളൂ. പക്ഷെ അവരെക്കാൾ പേരെനിക്കാണ്. അതൊരു നിമിത്തമായി നമ്മളെ ഈ സിനിമയിലെ സ്റ്റാൻഡ് ഉറക്കുന്നുണ്ടല്ലോ, അതിന് നിമിത്താണ് അത്തരം കഥാപാത്രങ്ങൾ. ആ കഥാപാത്രമാണ് സിനിമയിലെ ബ്രേക്ക് തന്ന ചിത്രം. ബ്രേക്ക് ആണ്, ഒരു സംശയമില്ല. ഓക്കെ, അടിപൊളി. എപ്പോഴെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ കോഴിക്കോട് സ്ലാങ് ഒന്നും മാറ്റി പിടിച്ചുകൂടെ എന്ന് ആരെങ്കിലും ചോദിച്ചു? വേറൊരു സ്ലാങ്ങില് പരീക്ഷിക്കാമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞില്ല. അതല്ല, വേറെ സ്ലാങ്ങിൽ എഴുതി കൊണ്ടുവന്ന് ഞാൻ പറയാൻ ശ്രമിച്ചാലും ഇങ്ങോട്ട് പോകുന്നവർ ഞങ്ങൾ എഴുതിയത് ഇങ്ങനെയാണ്, ഇക്ക മറ്റേതാക്കിയാൽ മതിയാണ്. ഇതില് പ്രിയൻ സാറിന്റെ പടത്തിലോ കുഞ്ഞാലി മരക്കാറില്ലേ ഇതൻ സെയിം. എന്താണ് കഥാപാത്രം? അത് ഞങ്ങൾ കുറച്ച് നാട്ടുരാജാക്കന്മാരാണ്. ഇന്നസെന്റ്, ഞാന്, ഗണേശൻ. നാട്ടുരാജാക്കന്മാരാണ്. കഥ എന്താണെന്നറിയാം? സാമൂതിരി രാജാവാണ്. ആ കാലത്തെ കഥയാണ്. നെടുമുടി വേണു സാമൂതിരിന്റെ ഈ നാട്ടു രാജാക്കന്മാരുടെ പദവി ഇവര് കുഞ്ഞാലി വന്നതിന്റെ ശേഷം അത് എടുത്തു കളഞ്ഞിട്ട് ഞങ്ങളെ ചെറിയ പഞ്ചായത്ത് മെമ്പർ പോലെ ഒതുക്കി കളഞ്ഞു. ആ ദേഷ്യം വെച്ചിട്ട് ഞങ്ങൾ ചെറിയ വില്ലത്തരങ്ങൾ ഒപ്പിക്കുന്ന ഇതാണ്. ഇനി നമ്മൾ പോകുന്നത് ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന സെഗ്മെന്റിലേക്കാണ്. ഇക്ക നമ്മുടെ ഗസ്റ്റ് ആയിട്ട് എത്തിയതുകൊണ്ട് ഇക്കയായിട്ട് ബന്ധമുള്ള എന്തെങ്കിലും ചില വസ്തുക്കൾ, ചില പേരുകൾ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ഇമേജ് നമ്മളിവിടെ കാണിക്കും. അപ്പൊ ആ ഫോട്ടോ കണ്ടിട്ട് ഇക്കയ്ക്ക് എന്താണ് അവരെ കുറിച്ച് അല്ലെങ്കിൽ ആ സംഭവത്തിനെ കുറിച്ച് ഓർമ്മ വരുന്നത് അത് പങ്കുവെക്കുക. അത്രേ ഉള്ളൂ. ഒറ്റ ഫോട്ടോയിൽ കിട്ടൂല മിസ്റ്റർ. വടക്ക് നോക്കി യന്ത്രം എന്ന സിനിമയില് ശ്രീനിവാസൻ
ഫോട്ടോ എടുക്കാൻ വരും. അതെ അതെ. പാർവതി ഭാര്യയായിട്ട് ഒന്നിച്ച് വരും. ഇതിൽ പാർവതി ഹൈറ്റും ശ്രീനിവാസ ഹൈറ്റും കുറഞ്ഞുകൊണ്ട് ഫോട്ടോ എടുക്കുന്നത് മെല്ലെ പൊങ്ങുകയാണ്. ഫോട്ടോ കൊണ്ടേ കൊടുത്താൽ ഒരു നിന്റെ ഫോട്ടോ അല്ല എന്ന് പറയും. അവർ പിന്നെ നിന്റെ ഫോട്ടോ ആദ്യം എടുക്കുമ്പോൾ മര്യാദയ്ക്ക് നിൽക്കണ്ടേ? എത്ര പ്രാവശ്യം പറഞ്ഞ് നേരാക്കാൻ ചെന്നാൽ അത് അടുപ്പിക്കില്ല. പാർവതിനെ സമ്മതിക്കില്ല. അത് അങ്ങനത്തെ ഒരു കോംപ്ലക്സ് ഉള്ള കഥാപാത്രമാണ്. ഇത് എങ്ങനെ നിർത്തിയാലും ശരിയില്ല. അങ്ങനെ ഞാൻ ഫോട്ടോ എടുക്കാൻ നിർത്തിയിട്ട് പറയും ഇവിടെ നോക്കുമെന്ന് പറയും. ചിരിക്കാൻ പറയും, ചിരിക്കൂല. സ്മൈൽ പ്ലീസ് അതെ അതെ ഒന്ന് പറഞ്ഞേക്കാം. ചിരിക്കും. സ്മൈൽ പ്ലീസ്. അതല്ല, ഇത് കിട്ടണം. വേണു ക്യാമറ ഒക്കെ ഓടി ആദ്യവും നമ്മളെ ക്യാമറ വേണു. ആ ഇത് കിട്ടണ്ട വേണം തിരിച്ച്. സോറി ഇഞ്ഞൊന്നും കൂടി തിരിച്ച് ഞാൻ എടുത്തോളാം. അടുത്ത എന്ത് ചിത്രമാണ്? കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടിയില്ലേ. ഇത് കല്ലായി പുഴയിലെ കരി വ്യവസായത്തിന്റെ ജോലി കാണിക്കാൻ മരം വെള്ളത്തിൽ ലോറിയിൽ കൊണ്ട് നിറക്കിയാൽ പിന്നെ തട്ടിയിട്ട് വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ പാണ്ടിയാക്കി കിട്ടും. ആദ്യം ഇതാണിത്. ഇതൊക്കെ നമ്മളെ പഴയ കാലത്ത് നേരത്തെ പറഞ്ഞ തടി അളവിന്റെ കാര്യം ഇനി ലാസ്റ്റ് ഇത് ഒരു ഗംഭീര ഈ പടം എനിക്ക് സഹനടനുള്ള സ്റ്റേറ്റ് അവാർഡ് നേടിത്തന്ന ഒരു പടമാണ്. ഇത് ഞങ്ങള് പാലക്കാട്ടേക്ക് ഈ അന്വേഷിച്ച് പോകാൻ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന സീനാണ് ഞാനും മകളും. ഒരു രസമുള്ള ഓർമ്മകളാണെങ്കിലും ആ സീനിന്റെ സങ്കടം എപ്പോഴും മനസ്സിലുണ്ട്. ഞാനൊക്കെ ഒരുപാട്, ഞാൻ മാത്രമല്ല കാണുന്നവരെല്ലാവരും കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ചിരിച്ച ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പോവാണ്. റെഡി? ആശ്രമമേതെന്ന് ചൊല്ലു, ആശിപ്പതെന്തെന്ന് ചൊല്ലു. അത്ര നീട്ടണ്ടല്ലേ? താനിനി തുടങ്ങാൻ വേണ്ട. ഇത് ഒപ്പനയല്ല, ബാലെ ഇടുതാ. ഈ പാട്ട് ലൈവ് ഒന്ന് കേൾക്കാൻ ഒരാഗ്രഹമുണ്ട്. ആരും നിഭദ്രേ താമസ കന്യ ആശ്രമമേതെന്ന് ചൊല്ലു. അതിപ്പോ ഒപ്പനായി. ഇന്ന് ഒരു റിയൽ ലൈഫ് സ്റ്റാർ ആണ് നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. സോഷ്യൽ മീഡിയ എന്നല്ല, കേരളം ഒന്നടങ്കം ഉറ്റുനോക്കിയ ഒരു ദിവസം ഉണ്ടായിരുന്നു. മംഗലാപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് 5 മണിക്കൂർ കൊണ്ട് 450 കിലോമീറ്റർ താണ്ടി ഒരു കുരുന്ന് ജീവനുമായി എത്തിയ ഒരു ആംബുലൻസ് 14 ജനിച്ചിട്ട് 14 ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞു കൊച്ചിന്റെ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് മംഗലാപുരത്ത് നിന്ന് എറണാകുളം വരെ 450 കിലോമീറ്റർ ആണ്. 5 മണിക്കൂർ കൊണ്ട് എത്തിച്ച ആ ധീരപുരുഷൻ, ദ റിയൽ ഹീറോ, അദ്ദേഹമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഹസൻ ദേളി നിറഞ്ഞ കയ്യടിയോടുകൂടി അഭിമാനത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്റെ ദൈവമേ, ഹസൻ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഭയങ്കര ആർപ്പുവിളിയും കയ്യടിയൊക്കെ ആയിരുന്നു. അപ്പൊ എല്ലാവരും ഹസനെ കാണാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കൈയടിക്കാൻ കാരണം അത്ര ജീവകാരുണ്യ പ്രവർത്തനമാണ് ചെയ്ത ആ പ്രവൃത്തിയാണ് തീർച്ചയായിട്ടും. പക്ഷേ അദ്ദേഹത്തിന് നല്ല പ്രവൃത്തിയായിരുന്നു. എല്ലാ അഭിനന്ദനങ്ങളും കൊടുത്തിരിക്കുകയാണ്. ഈ സ്റ്റുഡിയോയിൽ വന്നത് എങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ നിന്നപ്പോ ഈ ഹസൻ ദേളി എപ്പോ വരും, ഇവിടെ നിന്നാ മതി ചേട്ടാ. നോക്കിയപ്പോ ലൈറ്റ് ഇട്ടൊരു ആംബുലൻസ്. ഞാൻ വിചാരിച്ചത് എന്തിനാ ആരും വന്നത്, പേടിക്കാനൊന്നുമില്ല, ഹസൻ വന്നതാണ് പെട്ടെന്ന് എത്താനെന്ന് പറഞ്ഞിട്ടാ വന്നത്. എന്തായാലും ആ മനസ്സിന് സത്യമാണോ അത് ശരിക്കും ഒന്ന് പറഞ്ഞു കൊടുക്കുക. എന്തിനാ അങ്ങനെ ആംബുലൻസിൽ വന്നത്? സത്യത്തില് ഞാൻ ഇന്നലെ വിട്ടതാണ് തിരുവനന്തപുരത്തേക്ക്, മംഗലാപുരത്ത് നിന്ന്. തിരിച്ചു വരുമ്പോ ഇങ്ങനത്തെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു കൊണ്ടുവന്നു. ആ വഴിക്ക് വന്നു. എന്തായാലും ആംബുലൻസിലൊക്കെ ആംബുലൻസ് ആയിട്ട് വന്നതല്ല, എപ്പോഴും ആംബുലൻസിൽ തന്നെയാണ്.
എന്റെ ജോലി ആംബുലൻസ് അതെ, ആംബുലൻസിലാണ്. അതുകൊണ്ടാണ് ചോദിച്ചപ്പോൾ ആംബുലൻസ്. അതെ, ശരിക്കും ഒരുപാട് ധൈര്യം വേണ്ട ഒരു ജോലിയാണ് ഇത്. സ്വന്തമായിട്ട് തെരഞ്ഞെടുത്തൊരു ജോലിയാണോ? എന്തെങ്കിലും സാഹചര്യവശാൽ വന്നപ്പോ? അല്ല, തീർച്ചയായും ഞാൻ തെരഞ്ഞെടുത്ത ജോലിയാണ്. 9 വർഷമായി ഞാൻ ആംബുലൻസിലാണ്. ഇതുപോലെ ഈ കുഞ്ഞിനെ കൊണ്ടുപോയ മാതിരി മറ്റെന്തെങ്കിലും അനുഭവം ഉണ്ടോ? ഇതിനു മുമ്പ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് മംഗലാപുരത്ത് നിന്ന് പിന്നെ തിരുവനന്തപുരത്ത് ശ്രീ ചിത്രക്ക്. പക്ഷെ കുട്ടിനെ കൊണ്ടുപോകുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ ആ കുഞ്ഞ് എങ്ങനെ ഇരിക്കുന്നു? ഞാൻ എല്ലാ ദിവസവും അന്വേഷിക്കും. ഇന്നും ഞാൻ ഇവിടെ വന്നിട്ട് അന്വേഷിച്ച് നാളെ ഡിസ്ചാർജ് ചെയ്ത് പോവാന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത്രയും സ്പീഡിൽ പോകുമ്പോ എപ്പോഴെങ്കിലും പേടിച്ചിട്ടുണ്ടോ? പേടിച്ചിട്ടില്ല, പക്ഷെ ഞാൻ കുട്ടിനെ കൊണ്ടുപോകുമ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഒന്നാമത് 14 ദിവസം മാത്രമേ പ്രായമായിട്ടുള്ളൂ. മാത്രമല്ല പെട്ടെന്നൊരു കുഴി കണ്ടാലോ അല്ലെങ്കിൽ ഒരു ഹമ്പ് കണ്ടാലോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാൽ പേടിച്ചിട്ടില്ല. അത് ഞങ്ങൾ മംഗലാപുരത്തുനിന്ന് ഡോക്ടർ അത് ഈ കുട്ടിക്ക് 3 പ്രശ്നങ്ങളാണുള്ളത്. അപ്പോൾ മംഗലാപുരത്ത് ഇതിൻ്റെ സർജറി ചെയ്യുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞത് തിരുവനന്തപുരത്ത് 10 മണിക്കൂർ കൊണ്ട് പോകണമെന്നാണ്. ആ കുട്ടിക്ക് 3 മണിക്കൂർ വെച്ചിട്ട് ഇഞ്ചക്ഷൻ വെക്കണം. അതിൽ 3-ൽ കൂടുതൽ ഇഞ്ചക്ഷൻ വെക്കാൻ പാടില്ല. അപ്പം 3.5 മണിക്കൂറൊക്കെ 3ാമത്തെ ഇഞ്ചക്ഷൻ വെക്കുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ എത്തണം. 10 മണിക്കൂറായിരുന്നു ടാർഗറ്റ് തിരുവനന്തപുരത്തേക്ക്. ഓക്കെ. അപ്പം ഞാനൊരു AODA എന്നുള്ള സംഘടനയുടെ മെമ്പറാണ്. അതിൽ പ്രവർത്തിക്കുക. AODA മീൻസ് ആംബുലൻസ് ഓണേഴ്സ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ. അപ്പം അവരാണ് ഈ ദൗത്യം ഏറ്റെടുത്തത്. അവർ എന്നെ ഏൽപ്പിച്ചതാണ്. അപ്പം ഞങ്ങൾ 10 മണിക്കൂർ ഡോക്ടർ പറയുമ്പം ഞങ്ങൾ ഒരു 8 മണിക്കൂർ കൊണ്ട് പിടിക്കാം എന്നുള്ളൊരു കാൽക്കുലേഷനിലാണ് ഞങ്ങൾ മംഗലാപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. കറക്റ്റ് 4 മണിക്കൂറും 50 മിനിറ്റിന് അടുത്ത് എറണാകുളത്ത്. അപ്പോഴേക്കും നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഇടപെട്ട് എറണാകുളത്ത് അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുക്കുക. തിരുവനന്തപുരം വരെ പോകണ്ട, അവർക്ക് എന്താണ് അവർ ആഗ്രഹിക്കുന്നത് അതിനുള്ള സൗകര്യം തരാന്ന് ശൈലജ മാഡം ഡയറക്റ്റ് സംസാരിച്ചിട്ടാണ് നേരെ കട്ട് ചെയ്ത് ഇങ്ങോട്ട് ഇറക്കി. ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇത് എൻ്റെ മാത്രം വിജയമല്ല, കേരളത്തിലെ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ തൃശ്ശൂർ പോലുള്ള ജില്ലയിൽ നിന്നും ഒരിക്കലും അത്ര സ്പീഡിൽ നമുക്ക് വണ്ടി ഡ്രൈവിംഗ് ആക്കാൻ പറ്റില്ല. അതിൽ ചൈൽഡ് പ്രൊട്ടക്റ്റിൻ്റെ അവരുണ്ട്, മെയിൻ ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, നാട്ടുകാരുണ്ട്, എല്ലാവരും. എന്തായാലും ആ പോക്ക് നമുക്ക് വിഷ്വലിൽ ഒന്നുകൂടെ കണ്ടാലോ? കാണുമ്പോൾ തന്നെ സത്യം കണ്ണ് നിറഞ്ഞു കേട്ടോ. കാര്യം എല്ലാവരും ഒരേ മനസ്സോടുകൂടി നിൽക്കുന്ന ആ ഒരു കാഴ്ചയാണ്. എന്തായാലും ആ കുഞ്ഞിന് ജീവൻ രക്ഷിച്ചു. അതിപ്പോ ആരോഗ്യവതിയായിട്ട് അല്ലേ വന്നു. അപ്പോൾ ദീർഘായുസ് കിട്ടട്ടെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഒപ്പം ഇത് കൊണ്ടുപോയ ഇദ്ദേഹത്തിനും എല്ലാ അഭിനന്ദനവും. നമ്മുടെ പ്രിയപ്പെട്ട ഓഡിയൻസിനോട് എന്താണ് ആംബുലൻസ് ഡ്രൈവർ എന്ന നിലയ്ക്ക് അവരോട് സംസാരിക്കാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരാളൊരു സഹായം ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് കഴിയുമെങ്കിൽ ചെയ്തു കൊടുക്കണം. അതിനുള്ളൊരു വിജയമാണ് ഇന്നലെ നാട്ടുകാർ മൊത്തത്തിൽ ഒന്ന് അലേർട്ടായതുകൊണ്ടാണ് ആ കുട്ടി അവിടെ എത്തിയതും സർജറി കഴിഞ്ഞതും രക്ഷപ്പെട്ടതും. അതുകൊണ്ട് ആരെന്ത് സഹായം ചോദിച്ചാലും ഞങ്ങളാൽ കഴിയുന്ന സഹായമാണെങ്കിൽ അത് തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കണം. തിരിച്ചിനിപ്പം നേരെ അങ്ങോട്ടാണ്. കുട്ടീനെ ഒന്ന് കാണണം. തിരിച്ചു ഇനി മോളെയും കണ്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുമ്പോൾ ഞാൻ വേറെ ഒന്നുമല്ല, ഇക്കാര്യം നിൽക്കുന്ന വേറെ ഒന്നും വിചാരിക്കരുത്. എറണാകുളത്ത് നിന്ന് കോഴിക്കോട് ഒരു ആംബുലൻസിൽ എത്ര മണിക്കൂർ എടുക്കും? അല്ല, ഒരു വഴിക്ക് പോവാണല്ലോ. അത്യാവശ്യം എന്ന് പറഞ്ഞോണ്ട് ഞങ്ങൾ പോയിക്കോണ്ട് അജി പോയിക്കോ. കല്യാണമൂടിലേക്ക് എത്ര പെട്ടെന്ന് അതെ, പറഞ്ഞ തമാശയാണെങ്കിൽ ഒരിക്കലും അതിനൊന്നും ഇടവരാതിരിക്കട്ടെ. എന്നാലും ശരിക്കും നമുക്കൊരു ദൈവദൂതനെ ആണ്, നമ്മൾ റിയൽ ലൈഫ് ഹീറോയിനാണ് ശരിക്കും നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഗ്മെന്റിലൂടെ കണ്ടത്. അപ്പൊ നേരിട്ട് കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഹസൻ, താങ്ക് യു സോ മച്ച്. ഹസൻ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. അതെ, അതിനുള്ള ആരോഗ്യം, ചെയ്യാനുള്ള ആരോഗ്യമല്ല, അങ്ങനെ ചെയ്യാനുള്ള ഒരു മനസ്സാണ് അതിന് ഏറ്റവും വലിയ. എല്ലാ ആംബുലൻസ് ഡ്രൈവേഴ്സിനും ബിഗ് സല്യൂട്ട്. ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, കല്ലായിക്കൂപ്പിലെ അളവുകാരനായിരുന്നു
കല്ലായി കൂപ്പിലല്ല, കല്ലായി കടവത്ത്. കല്ലായി കടവത്തെ. പക്ഷെ കൂപ്പിൽ ജോലിക്ക് പോയിട്ടുണ്ട് ധാരാളം. അപ്പൊ ഈ കടവിൽ എന്താ കണക്കെഴുതുന്നത്? കടവിൽ കണക്കെഴുതല്ല, കല്ലായി കടവത്ത് തടി ഇറങ്ങുമ്പോൾ അത് മെഷർ അളക്കുക. കടവത്ത് തടി വരുമ്പോ അതിന്റെ അവിടുന്ന് തുടങ്ങിയതാണ് ഇക്ക അല്ലേ? അതിനുശേഷമാണ് നാടകമാണ് ഈ ജോലിയും ഈ നാടകവും ഈ കലാസമിതികൾക്ക് ധാരാളമുള്ള സ്ഥലമാണ്. കല്ലായി കടവിന്റെ അക്കരി ഇക്കരി മാത്രം കലാസമിതിയുള്ള ഒരു രാജ്യം ഈ ഭൂമിയിൽ എവിടെയും ഉണ്ടാവില്ല. സാധാരണ കൊമേഡിയന്മാരൊക്കെ പുറത്ത് ഭയങ്കര സീരിയസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇക്കായും ഭയങ്കര സീരിയസ് ആണ്. അതെന്താണ്? അമ്പിളിച്ചേട്ടനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിന് മറുപടി പറയാൻ കഴിയില്ല. അതിന്നതുകൊണ്ടാണ് ഞാൻ അവിടെ സീരിയൽ കോമഡി ചെയ്യുന്നതും ഇവിടെ ഗൗരവത്തിൽ നിൽക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അത് അങ്ങനെ ആയിരിക്കും. പലരും ചോദിക്കുന്നത് എല്ലാവരും അങ്ങനെയല്ല. അത് ഇന്നസെന്റ് ഒക്കെ അതെ എപ്പോഴും തമാശയും കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് അയാൾക്ക് രോഗങ്ങൾ ഏൽക്കാത്തത്. ക്യാൻസർ എവിടെയും തോറ്റു പോയിട്ടുണ്ടെങ്കിൽ ഇന്നസെന്റിന്റെ ഇടയില. അതുപോലെ ഇക്ക ചെയ്ത വേഷങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു വേഷമായിരുന്നു ആ വക്കീൽ വേഷം. മോളിയാൻഡി റോക്സ് അല്ലേ ആ ചിത്രത്തില് രേവതി മാമിന്റെ കൂടെ വക്കീൽ വേഷം ചെയ്തത്. തകർപ്പൻ വേഷമായിരുന്നു. ഇത്ര നാളിങ്ങനെ ഹ്യൂമർ ചെയ്തിരുന്ന ഒരാളാണ് നിൽക്കണത് നമുക്ക് ഫീൽ ചെയ്യും. ഭയങ്കര വളരെ ഗൗരവമായിട്ടാ വേഷം ചെയ്തത്. നല്ല വേഷമായിരുന്നു. ഇതുപോലെ ഭയങ്കര വെറൈറ്റി വേഷങ്ങളൊക്കെ ചെയ്യണമെന്ന് തോന്നാറില്ലേ? വെറൈറ്റി ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. കിട്ടണ്ടേ. അൽമൊയ്തു എന്ന് പറയുന്ന ഒരു ആൽബം, സോറി ഒരു ഷോർട്ട് ഫിലിം ഞാൻ കണ്ടുപോയി, ഞെട്ടിപ്പോയി. ഇക്കാന്റെ പ്രകടനം അത് ഉഗ്രനായിരുന്നു. അൽമൊയ്തു കള്ളുഷാപ്പ്. ആ അൽമൊയ്തുവിന്റെ തിരക്കഥാകൃത്താണ് അൻവർ റഷീദ് സംവിധാനം ചെയ്യാൻ പോകുന്ന വിക്രമൻ നായകനാക്കി ചെയ്യാൻ പോകുന്ന പടത്തിന്റെ തിരക്കഥാകൃത്ത്. ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു 12 വർഷമേ ആവുള്ളൂ. പക്ഷെ അതിനു മുമ്പൊക്കെ സിനിമയിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു റൂമിൽ 3 പേര് 4 പേരൊക്കെ നടന്മാർ ഒരുമിച്ചാണ് ഒരു കട്ടിലാണ് കിടന്നത്. ഇപ്പൊ ഈ അടുത്ത സമയത്ത് പിന്നെ അത് മാറ്റൂല. ഓക്കെ, അന്ന് ഈ നമ്മുടെ ഫേസ്ബുക്ക് ഈ പരിപാടിയൊന്നും ഇല്ലാത്തത്, മൊബൈൽ ഫോണേ ഇല്ല. അതുകൊണ്ടാണ് ഈ വളഞ്ഞിരുന്നൊക്കെ സംസാരിക്കുന്നത് അല്ലേ? പുതിയ വരുന്ന തലമുറയോട് എന്താണ് ചേട്ടന് പറയാനുള്ളത്? പരസ്പരം സ്നേഹിക്കാനും സേവിക്കാനും ഉള്ളൊരു മനസ്സ് ഉണ്ടാവുക, അത് തന്നെ ഏത് തലമുറയോടും ആർക്കും പറയാനുള്ളത്. എന്നും സിനിമയിൽ ഇതുപോലെ ചിരിച്ച മുഖവുമായിട്ട് ചിരിപ്പിക്കാനും എല്ലാത്തിനും ഇക്കൊക്കെ കഴിയട്ടെ. എല്ലാവിധ ഐശ്വര്യവും. ലവ് യു. കരകാണ കടലല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ. ഇത് കിട്ടണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കിട്ടണം. ഓക്കെ, എന്തായാലും ഒരുപാട് ചിരിച്ചു. ഇതിലും കൂടുതൽ ചിരിയോടെ സന്തോഷത്തോടെ അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം എന്ന ശുഭ പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു. ഗുഡ് ബൈ.